ഹലോ, ഹാപ്പി ഓണം. എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും അല്ലേ? എങ്കിൽ ഓണസദ്യയിലേക്ക് ഒരു കടുക് മാങ്ങാച്ചാറും കൂടി ആയാലോ? അപ്പൊ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 പച്ചമാങ്ങ എടുത്തു, കഴുകി വൃത്തിയാക്കി എടുത്ത് അത് തൊലി കളയാതെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. എന്നിട്ട് അതൊന്നും കൂടി കഴുകി വാരി വെച്ചു. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലെ വെള്ളമൊക്കെ പോയി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ ചില്ലി പൗഡറും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് മുരിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതി, ഇല്ലെങ്കിൽ നന്നായിട്ട് അങ്ങ് വെന്ത് പോകും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടുക് മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി. ഒരു 2-3 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓണസദ്യയിലേക്ക് കടുക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.